കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ പഠിച്ചു സമർപ്പിച്ച റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ടത് സർക്കാരെന്ന് കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജെ ബി കോശി. കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം പഠിച്ച് റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നടപ്പാക്കേണ്ടത് അതിൻ്റെ സർക്കാരാണ്. ആവശ്യമായ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ നല്ലപോലെ പഠിച്ച് റിപ്പോർട്ട് കൊടുത്താണ് എല്ലാ ജില്ലകളിലും മലയോര പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും ഒക്കെ സഞ്ചരിച്ച് എല്ലാവരുടെയും ഇവരുടെ സർക്കാരിൻ്റെയും അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. റിപ്പോർട്ട് നടപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ ചുമതല, അതിന് ശ്രമിക്കേണ്ടത് അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്നവരുടെ ചുമതലയാണ്. കമ്മീഷൻ സംബന്ധിച്ചിടത്തോളം നടപ്പാക്കുന്നതുകൊണ്ട് യാതൊരു ബന്ധവുമില്ല. കമ്മീഷൻ പഠനം മാത്രമാണ് നടത്തിയത്. റിപ്പോർട്ട് വൈകിട്ടില്ല. മലയോര തീരദേശം തുടങ്ങി എല്ലാ മേഖലകളിലും പഠനം നടത്തിയിട്ടുണ്ട്. കർഷകരുടെയും തീരദേശ മേഖലയുടെയും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റു മതവിഭാഗങ്ങളുടെ അവകാശങ്ങൾ എടുത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിന് ആനുകൂല്യങ്ങൾ നൽകാൻ നിർദ്ദേശമില്ല. വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തമ്മിലെ അന്തരം ഒഴിവാക്കാനുള്ള നിർദ്ദേശവും റിപ്പോർട്ടിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സീറോ മലബാർ സഭയാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ വേണമെന്ന് ആവശ്യപ്പെട്ട് കൂടുതൽ ഇതിനുവേണ്ടി പരിശ്രമിച്ചു. അതുപോലെ ജെപ്പിൻ സഭ, CSIക്കാരും ഒക്കെ പരിവർത്തിത ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പല പുതിയ സഭകളും ഒക്കെ ആവശ്യപ്പെട്ടു. അവരുടെ എല്ലാ ആവശ്യങ്ങളും പഠിച്ച് സർക്കാരിൻ്റെ മറുപടി കിട്ടി. ഇതിന് ശേഷമാണ് മലയോര തീരദേശം എല്ലാ വിഭാഗങ്ങളിലെയും പഠനങ്ങൾ നടത്തി. അതായത് മലയോര പ്രദേശത്തെയും കുട്ടനാട്ടിലെയും തീരപ്രദേശത്തെയും ജാതി മതവും ഏതായാലും പ്രശ്നങ്ങൾ മുമ്പ് തന്നെയാണ്. ഇപ്പം മലയോര പ്രദേശത്ത് താമസിക്കുന്നവർക്ക് വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. കൃഷിക്കാർക്ക് ഉപജീവനമാർഗ്ഗം കൃഷിയാണ്. മേളിലെല്ലാം കുരങ്ങന്മാർ കൊണ്ടുപോകും, താഴെയുള്ളതെല്ലാം പന്നികൾ കൊണ്ടുപോകും. അഥവാ വല്ലതും ഉണ്ടെങ്കിൽ അത് നന്നാക്കാൻ പോയാൽ കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾ ആക്രമിക്കും. വളരെയേറെ പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഏരിയകളുമായിട്ടുള്ള തർക്കങ്ങളുണ്ട്. അതൊക്കെ അവരുടെ പ്രോബ്ലംസ് എല്ലാം ജാതിമത ഭേദമന്യേ ഒന്ന് തന്നെയാണ്. കുട്ടനാട്ടിലാണെങ്കിൽ 6-7 നദികൾ ഒഴുകി വരുന്നുണ്ട്. അവിടെ എല്ലാം കനാലുകളെല്ലാം ഫില്ലപ്പാണ്. അതെല്ലാം ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് മഴ പെയ്താലും വെള്ളപ്പൊക്കം ഉണ്ടാകും. പിന്നെ പട്ടയം കൊട്ടുന്നതിന് കുറിച്ചുള്ള തർക്കങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. തീരപ്രദേശത്താണെങ്കിൽ കടലിൻ്റെ സൈഡിലുള്ളവരെല്ലാം ഒഴിപ്പിക്കുകയാണ്, കായലിൻ്റെയൊക്കെ. അവർക്ക് താമസിക്കാൻ 3 ലക്ഷം രൂപ കൊണ്ടൊരു പ്രയോജനവുമില്ല. അവിടെ സ്ഥലമില്ല. ഒരു തിരുവനന്തപുരത്ത് ഏകദേശം അടുത്തൊരു സ്ഥലത്ത് താമസിക്കണമെങ്കിൽ 3 ലക്ഷം രൂപ ഒരു സെൻറ്റിനാണ്. നമുക്ക് വീട് വെക്കാനൊക്കെ പല പ്രത്യക്ഷമാണ്. അവർക്ക് ഒത്തിരി പ്രോബ്ലമുണ്ട്. കടലാക്രമണത്തിൻ്റെ പ്രോബ്ലമുണ്ട്. ഇങ്ങനെ പലയേറെ പ്രോബ്ലമുണ്ട്. എല്ലാം പഠിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം പാലക്കാട് രൂപത ആവശ്യപ്പെട്ടിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.